ബ്രോ റിയാസ് ഖാന്റെ ട്രോളുകളെ കാണാറുണ്ടോ? ട്രോള് വരുന്ന അടിച്ച് കയറി അവസാനം അടിച്ച് കയറി. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, സപ്പോർട്ട് ചെയ്യാൻ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്താണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? കണ്ടത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ആൾക്കാരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. റിയാസ് ഖാന്റെ ട്രോളുകളെ കാണാറുണ്ടോ? അപ്പൊ വരുന്നത് ഇപ്പൊ എങ്ങനെ പടത്തിൽ എങ്ങനെയുണ്ട്? അത് കണ്ടിട്ട് പടത്തിൽ കാണുമ്പോൾ ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് വർക്കായിട്ടുള്ള സന്തോഷം. നല്ല പടം ഇഷ്ടപ്പെട്ടോ? കോമഡിയാണോ പടം? കോമഡി ഉണ്ട്, നല്ല ത്രില്ലിംഗ് ആണ്. എല്ലാവരും നല്ല ഗ്രാൻഡ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. റാഫിയുടെ മകൻ എങ്ങനെയുണ്ട്? അടിപൊളി. പയ്യന്റെ എൻട്രി ഗ്രാൻഡ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ യുവതലമുറ ഇത് ഒന്ന് കണ്ട് ഇത് മനസ്സിലാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും റാഫിക്കയുടെ മകൻ ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. മൂവി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവിക നായികയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റാഫിക്കയിലും ആർത്തിക അശോകൻ്റെ നല്ല ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല മയക്കുമരുന്നിനെതിരെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോഴും എതിരായി പോകാൻ നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയാണ്. ഷൈൻ ടോമിന്റെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം എല്ലാവരും നല്ല അഭിനയമാണ്. പുതിയൊരു നായകനെ മലയാള സിനിമയ്ക്ക് കിട്ടിയോ? റാഫിയുടെ മകൻ എങ്ങനെയുണ്ട്? നൈസായിട്ടുണ്ട്. നല്ല സ്റ്റാർട്ടിങ് അല്ലേ? കണ്ടപ്പോൾ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. വേറെ കുറ്റം കുറവൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു. സാധാരണ കോമഡി സിനിമകളാണ് ചെയ്യുന്നത്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ജനങ്ങളിലേക്ക് ആ പടം ചെയ്തിരിക്കുന്നത് ഗംഭീരമാണ്. ഫാമിലിയായിട്ടൊന്ന് കാണുക. ഞാൻ അഭിനയിച്ചോടെ ഒന്നും പറയാനില്ല. പുതിയൊരു നായകനെ മലയാള സിനിമയ്ക്ക് കിട്ടി. പടം ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാണോ? കോമഡിയാണോ? ഇഷ്ടപ്പെട്ടാ?